രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ രാമായണവും പഴയ നിയമവും വന്നാൽ എങ്ങനെ ഉണ്ടാകും? 17,000 ദ്വീപുകളുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ലോകത്തിലെ 14ാമത്തെ വലിയ രാജ്യം. കൂടാതെ ഇന്തോനേഷ്യ ഗോൾഡൻ എർത്ത് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്തോനേഷ്യയെ ഗോൾഡൻ എർത്ത് എന്ന് വിളിക്കുന്നത്? ഇന്ത്യ മുതൽ ചൈന വരെ പല രാജാക്കന്മാർ തങ്ങളുടെ വ്യാപാരത്തിനായി ഇന്തോനേഷ്യ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്തോനേഷ്യയിൽ നിധികളുണ്ടോ? അവർക്ക് ആ നിധികൾ കണ്ടെത്താനായോ? അങ്ങനെ കണ്ടെത്തിയെങ്കിൽ എന്തുകൊണ്ട് ഇന്തോനേഷ്യ ലോകത്തിന് ആ നിധി വെളിപ്പെടുത്തിയില്ല? ഈ വീഡിയോ ഇന്തോനേഷ്യയിലെ പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങളെക്കുറിച്ചാണ്. സിപ്റ്റോ എന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് നെൽവയലുകളുണ്ട്. എന്നാൽ അവർക്കുള്ള വലിയൊരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ആ നെൽവയൽ നിരപ്പായ സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്താൻ പ്രയാസമാണ്. ഒരുപാട് ദിവസമായി ഉണ്ടായിരുന്ന ഒരാഗ്രഹം ആ ഭൂമിയെ നിരപ്പാക്കുക. അങ്ങനെ ചെയ്താൽ വെള്ളം പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും. ഈ നെൽപ്പാടങ്ങൾ വോനോബോയ എന്നൊരു ഗ്രാമത്തിലായിരുന്നു. 1990 ഒക്ടോബർ മാസം 17-ാം തീയതി തൊഴിലാളികളെല്ലാം ചേർന്ന് അവിടെ കുഴിയെടുക്കാൻ തുടങ്ങി. വോനോബോയ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമുണ്ട്. ഇതൊക്കെ അവിടെയുള്ള ആളുകൾ കണ്ട് വളർന്ന സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുഴിയെടുക്കുന്നു. ഏകദേശം ഒരു 2.5 മീറ്റർ കുഴിച്ചപ്പോൾ അവർ കുഴിയെടുക്കാൻ ഉപയോഗിച്ച വസ്തുവിൽ എന്തോ ഒന്ന് തട്ടി. അത് കല്ലായിരിക്കാം എന്നാണ് അവർ ആദ്യം ചിന്തിച്ചത്. എന്നാൽ ശബ്ദം അത് കല്ലല്ല എന്ന് സൂചിപ്പിച്ചു. അവർ കൈകൾ കൊണ്ട് വീണ്ടും ആ കുഴിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ കൈ ഒരു ഭരണിയിൽ തട്ടി. അത് പുറത്തേക്കെടുക്കുകയും അതിനുള്ളിൽ എന്താണ് ഉള്ളതെന്ന് നോക്കുകയും ചെയ്തു. അത് തുറന്ന ഉടനെ അയാളുടെ മുഖമെല്ലാം മഞ്ഞ നിറമായി മാറി. അത്രത്തോളം ആ ഭരണിയിൽ സ്വർണം നിറഞ്ഞിരുന്നു. ഇത്രയും സ്വർണം ഒരു ഭരണിയിലോ? തങ്ങൾ നിധിയാണോ കണ്ടുപിടിച്ചതെന്നുള്ള വല്ലാത്തൊരു ഭയവും വല്ലാത്തൊരു അനുഭൂതിയുമായിരുന്നു അവർക്ക്. ആ ഒരു വിവരം ആ ഗ്രാമം മുഴുവൻ വ്യാപിച്ചു. തൊഴിലാളികൾ കൂടുതൽ നിധി കണ്ടെത്താനായി വീണ്ടും വീണ്ടും ആ സ്ഥലം മുഴുവനും കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ 1, 2, 3, 4 ധാരാളം പാത്രങ്ങൾ കണ്ടെത്തി. ആ ഭരണികൾ ചൈനയിലുള്ളതാണെന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അതിനുള്ളിൽ സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. 16 കിലോഗ്രാമോളം സ്വർണമുണ്ടായിരുന്നു. 8 മുതൽ 9 കിലോ വരെ വെള്ളി ഉണ്ടായിരുന്നു. സ്വർണം, വജ്രം എല്ലാം നിറഞ്ഞു കിടന്നിരുന്നു. തങ്ങൾ ഒരു നിധിയാണ് കണ്ടെത്തിയതെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ ഇതിന് പുറകിലെ സത്യം എന്താണ്? ഇത് ഏത് കാലഘട്ടത്തിലുള്ളതാണെന്ന ഗവേഷണത്തിനായി ഇന്തോനേഷ്യൻ സർക്കാർ ഇറങ്ങി. നിധിയെക്കുറിച്ച് സമ്പൂർണ്ണ പഠനം നടത്തണമെന്നുള്ളതായിരുന്നു ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെ ആവശ്യം. വോനോബോയ ഗ്രാമത്തിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രമാണ് പ്രംബാനൻ ക്ഷേത്രം. ഈ പ്രംബാനൻ എന്ന് പറയുമ്പോൾ അതൊരു ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തെയാണോ സൂചിപ്പിക്കുന്നത്? ഇല്ല, ത്രിമൂർത്തികൾക്കായി നിർമ്മിച്ചതാണ് ഈ ഒരു ക്ഷേത്രം. 9-ാം നൂറ്റാണ്ടിൽ ആദ്യം ശിവന്, പിന്നെ ബ്രഹ്മാവിന്, പിന്നെ വിഷ്ണുവിന് ഇവർക്കായി നിർമ്മിച്ചതായിരുന്നു ഈ ഒരു ക്ഷേത്രം. എന്തുകൊണ്ടാണ് 9-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ക്ഷേത്രം അവർ പണിതത്? വർഷങ്ങളോളം ഈ ക്ഷേത്രം തകർന്ന നിലയിലായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. പറഞ്ഞു വന്നാൽ 9-ാം നൂറ്റാണ്ടിൽ ഇന്തോനേഷ്യയിൽ ബുദ്ധമതം വളരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഹിന്ദുമതം കുറഞ്ഞു വരാൻ തുടങ്ങി. ഈ സമയത്ത് അവിടെ ഒരു ക്ഷേത്രം പണിയണം എന്ന ഒരു അവസ്ഥ വന്നു. ഹിന്ദുമതത്തെ വളർത്താനായി അങ്ങനെ പണിത ക്ഷേത്രമായിരുന്നു ഇത്. ഈ ക്ഷേത്ര ശില്പങ്ങളിൽ രാമായണ കഥകൾ ചിത്രീകരിച്ചിരുന്നു. ഈ 16 കിലോ സ്വർണം എന്നതിൽ സ്വർണ്ണ പ്രതിമകളും പുരാവസ്തുക്കളും ഉണ്ടായിരുന്നു. 6000 സ്വർണ്ണ നാണയങ്ങളാണ് കിട്ടിയതെങ്കിലും മറ്റുള്ളവയെല്ലാം കിരീടം, നെറ്റിച്ചുട്ടി, വള, തള ഇങ്ങനെ എല്ലാ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. എല്ലാം ധരിക്കാൻ കൊള്ളാവുന്നവയായിരുന്നു. സ്വർണ്ണ തവികളും പാത്രങ്ങളും ഉണ്ടായിരുന്നു. ഒരു പാത്രത്തിൽ രാമായണ കഥ, ചിത്രങ്ങൾ ഇവയെല്ലാം അച്ചടിച്ചിരുന്നു. ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് പ്രംബാനൻ ക്ഷേത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ നിധി ഈ ക്ഷേത്രത്തിൻ്റെതാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും വരുന്നു. നിധി ക്ഷേത്രത്തിൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ ഗവേഷണം നടത്താൻ ഇന്തോനേഷ്യൻ സർക്കാർ ആഗ്രഹിച്ചു. ഗവേഷണത്തിൽ അവർ അക്ഷരങ്ങളുള്ള ഒരു സ്വർണ്ണ നാണയം ആ നിധിക്കൂട്ടത്തിൽ നിന്നും കണ്ടെത്തി. അതിൽ ഠ എന്നൊരു വാക്ക് എഴുതിയിരുന്നു. പുരാതന ജാവയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയായിരുന്നു ഈ ടക്കിൽ. അതുപോലെ കാവ്യ എന്ന ഒരു ഭാഷ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു ഭാഷയ്ക്കും സംസ്കൃതത്തിനും വലിയൊരു ബന്ധം തന്നെയുണ്ട്. അപ്പോ ആ കാലത്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാർ ആരായിരുന്നു? തുടർന്ന് അവർ രാജാക്കന്മാരെ കുറിച്ചുള്ള ഗവേഷണം ആരംഭിച്ചു. അപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ പേര് ചരിത്രത്താളിൽ നിന്നും അവർക്ക് കിട്ടി.
ആ രാജ്യത്തിന്റെ പേര് മാധാരം. മേഡാ കിങ്ഡം എന്ന് വിളിക്കുന്നു. 9ാം നൂറ്റാണ്ടിലായിരുന്നു ഈ വലിയൊരു രാജ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതിനാൽ അവരുടെ സ്വത്തുക്കളായിരിക്കും ഈ നിധികളെന്ന് ചിന്തിച്ചു. ഇപ്പോൾ അവർക്കുണ്ടായ വലിയൊരു പ്രശ്നം, നിധികളുടെ കൂട്ടത്തിൽ ഹനുമാൻ പ്രതിമയും ഉണ്ടായിരുന്നു. ആ കാലത്ത് ജാവയുടെ കിഴക്കൻ മേഖലകളിൽ ഹനുമാൻ ഡ്രോയിങ്ങുകൾ വസ്ത്രമില്ലാതെയായിരുന്നു വരച്ചിരുന്നത്. എന്നാൽ മധ്യമേഖല ജാവ എടുത്താൽ വസ്ത്രങ്ങളോടുകൂടിയായിരുന്നു ഹനുമാൻ ഡ്രോയിങ് വരച്ചിരുന്നത്. അതിനാൽ ഇപ്പോൾ കിട്ടിയ പ്രതിമ നോക്കിയപ്പോൾ ആ ഹനുമാന് വസ്ത്രമുണ്ടായിരുന്നു. അത് മധ്യമേഖലയിൽ നിന്നുള്ളതാണെന്നും അവർ സ്ഥിരീകരിച്ചു. ആ നിധി രാജകുടുംബത്തിൻ്റെതാണെന്നും അവർ സ്ഥിരീകരിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് ഈ രാജാക്കന്മാർ ഈ നിധികളെല്ലാം ഇവിടെ മറച്ചു വെച്ചത്? ഇതായിരുന്നു അടുത്ത ചോദ്യം. ഈ നിധി കിട്ടിയ സ്ഥലത്തുള്ള മണലെടുത്ത് അതിനെ ഗവേഷണം ചെയ്യാൻ അയച്ചു. ആ ഒരു മണൽ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ളതാണെന്ന് അവർ കണ്ടെത്തി. ഒരു കാലത്ത് ആ പ്രദേശത്ത് വലിയൊരു സാമ്രാജ്യമുണ്ടായിരുന്നു. ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് കുടിയേറി. അങ്ങനെ നിധിയെല്ലാം ഭൂമിക്കടിയിലേക്ക് അകപ്പെട്ടുവെന്ന് ചരിത്ര ഗവേഷകർ പറയുന്നു. ഇന്തോനേഷ്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ നിധി കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അടുത്തൊരു ചോദ്യം. കാരണം ഇന്തോനേഷ്യയിൽ ധാരാളം ഇതുപോലുള്ള ദ്വീപുകളുണ്ട്. മധുര, സ്വർണ്ണഭൂമി, ഇങ്ങനെ പേരുകളിൽ ദ്വീപുകളുണ്ട്. സ്വർണ്ണഭൂമി എന്നാണ് ഇവയൊക്കെ വിളിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പലരും ഈ പ്രദേശവുമായി വ്യാപാരം നടത്തിയിട്ടുണ്ട്. കൂടാതെ പുരാതന കാലത്ത് സ്വർണം ഇറക്കുമതി ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്ന പ്രദേശമായിരുന്നു ഇത്. സുമദ്ര, ജാവ എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപുകൾ, ഈ ദ്വീപുകളെ ഗോൾഡൻ ഐലാൻഡ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിൽ ഇതുപോലൊരു സ്വർണ്ണ ദ്വീപിനെ കുറിച്ച് പറയുന്നുണ്ട്. സോളമൻ രാജാവ് ഓഫീറിൽ നിന്ന് സ്വർണം, വെള്ളി ഖനനം ചെയ്യുന്ന ജോലിക്കാരെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പഴയ നിയമത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഈ ദ്വീപുകളിൽ നിന്നും തൊഴിലാളികൾ സോളമൻ രാജാവിന്റെ രാജ്യത്തേക്ക് യാത്ര ചെയ്തിരുന്നു. ഈ പഴയ നിയമത്തിൽ പറയുന്ന ഓഫീർ എന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളത് കൃത്യമായി അറിയില്ല. എന്നാൽ സുമദ്ര ദ്വീപിൽ ഒഫീർ എന്ന ഒരു പർവ്വതമുണ്ട്. അതിനെ ഗുനുങ് അമാസ് എന്നും വിളിക്കുന്നു. ഗുനുങ് അമാസ് എന്നാൽ മൗണ്ടൻ ഓഫ് ഗോൾഡ് എന്നാണ് അർത്ഥം. സ്വർണം കൊണ്ടുണ്ടാക്കിയ മല. പക്ഷേ ഇപ്പൊ കിട്ടിയ ഇത്രയും സ്വർണം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കില്ല. ആ നിധി അവിടെ എങ്ങനെ വന്നു, ആരാണ് അത് അവിടെ കുഴിച്ചിട്ടത്, ഇതൊക്കെ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത രഹസ്യം മാത്രം. ഈ നിധി എടുത്ത ഇന്തോനേഷ്യൻ ഗവൺമെന്റ് അവരുടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ ഈ നിധി പ്രദർശിപ്പിക്കാൻ ഗവൺമെന്റ് അനുവാദവും നൽകി. അങ്ങനെ ആ ഒരു രീതിയിലും ഇന്തോനേഷ്യൻ ഗവൺമെന്റ് ഇന്നും സമ്പാദിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ ഗോൾഡൻ എർത്ത് എന്നറിയപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്തിന്? ഇത്തരമൊരു നിധി തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഇന്തോനേഷ്യൻ സാംസ്കാരിക മന്ത്രി പോലും പറഞ്ഞു. ഇന്തോനേഷ്യ ഇപ്പൊ പോലും ഈ നിധിയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഗവേഷണം നടത്തുന്നുണ്ട്. രാമായണം, പഴയ നിയമം എല്ലാം ഒരു സ്ഥലത്ത്, ഒരു നിധിക്കുള്ളിൽ. അതെങ്ങനെയാണ്? ഇത് ഇന്നും ഒരു രഹസ്യം തന്നെയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.